നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് സ്വാഗതം. രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർ കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 24ാം ഗഡു എപ്പോൾ ലഭിക്കും, അതുപോലെ തന്നെ ഗഡു ലഭിക്കാൻ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, അത് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഈ KYC എങ്ങനെ പൂർത്തിയാക്കാം, രജിസ്ട്രേഷൻ നമ്പർ അറിയില്ലെങ്കിൽ എങ്ങനെ കണ്ടെത്താം, നിങ്ങളുടെ അക്കൗണ്ട് സ്റ്റാറ്റസ് എങ്ങനെ പരിശോധിക്കാം, അതുപോലെ തന്നെ 2000 രൂപ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമോ, അതുപോലെ നിങ്ങളുടെ സ്റ്റാറ്റസ് എങ്ങനെ പരിശോധിക്കാം, ഇതെല്ലാം വളരെ വിശദമായി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായും കാണുക. ഈ വിവരങ്ങൾ മറ്റ് കർഷകർക്കും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ നമുക്ക് പലർക്കും ഗഡു അനുവദിച്ചിട്ടും ബാങ്ക് അക്കൗണ്ടിൽ പണം എത്താതെ സാഹചര്യമുണ്ട്. അതിനുള്ള കമന്റും വന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ള ചില കാരണങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതിനുള്ള പ്രധാന കാരണം 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന്, അതായത് ആദ്യത്തെ കാര്യമാണ് ഈ KYC. PM കിസാൻ പദ്ധതിയിൽ ഈ KYC നിർബന്ധമാണ്. ഈ KYC പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്ക് അടുത്ത ഗഡു തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ പൂർത്തിയാക്കുക. ഇനി രണ്ടാമത്തെ കാര്യമാണ് ആധാർ സീഡിംഗ്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ആധാർ നമ്പർ ബന്ധിപ്പിച്ചിരിക്കണം. അതോടൊപ്പം DBT സജീവമായിരിക്കണം. കാരണം പദ്ധതിയുടെ തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് എത്തുന്നത്. ആധാർ ലിങ്കിങ് ഇല്ലെങ്കിൽ പണം ക്രെഡിറ്റ് ചെയ്യാതെ ആവും. അതുപോലെ ഇനി മൂന്നാമത്തെ കാര്യമാണ് നിങ്ങളുടെ ഭൂമിയുടെ വിവരങ്ങൾ പോർട്ടലിൽ ശരിയായി രേഖപ്പെടുത്തിയിരിക്കണം. ലാൻഡ് സീഡിംഗ് സ്റ്റാറ്റസ് യെസ് എന്ന് ആയിരിക്കണം. ഇത് പൂർത്തിയാക്കാത്തവർക്കും ഗഡു ലഭിക്കാൻ തടസ്സമുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു വീട്ടിൽ 2 പേരുടെ അക്കൗണ്ട്, അതായത് PM കിസാൻ പദ്ധതിയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അതും പ്രശ്നമായി മാറാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അതും തടസ്സമാവാനും ചാൻസ് ഉണ്ട്. ഇനി പലരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, എനിക്ക് അടുത്ത ഗഡു ലഭിക്കുമോ, എൻ്റെ ഈ KYC പൂർത്തിയായോ, ലാൻഡ് സീഡിംഗ് ശരിയായിട്ടുണ്ടോ? ഇതെല്ലാം വീട്ടിലിരുന്ന് മൊബൈൽ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് പരിശോധിക്കാം. അതേപോലെ തന്നെ PM കിസാന്റെ ഔദ്യോഗിക പോർട്ടൽ തുറന്നിട്ട് അവിടെ നോ യുവർ സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നൽകുക. രജിസ്ട്രേഷൻ നമ്പർ അറിയില്ലെങ്കിൽ അതും വേറെ വെബ്സൈറ്റിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കും. ക്യാപ്ച കോഡ് നൽകി ഗെറ്റ് ഡാറ്റ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ലഭിക്കും. അതിൽ പ്രത്യേകിച്ച് ഈ KYC സ്റ്റാറ്റസ്, ആധാർ സ്റ്റാറ്റസ്, ലാൻഡ് സീഡിംഗ് സ്റ്റാറ്റസ് ഇവയെല്ലാം യെസ് എന്ന് കാണുന്നുണ്ടെങ്കിൽ അടുത്ത ഗഡു ലഭിക്കുന്നതിനുള്ള നടപടികൾ നിങ്ങൾക്ക് പൂർത്തിയായെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത്. പലരും അക്ഷയ കേന്ദ്രങ്ങളിൽ പോകാതെ വീട്ടിലിരുന്ന് തന്നെ ഈ KYC ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ആധാറുമായി മൊബൈൽ നമ്പർ ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാം. ആദ്യം PM കിസാൻ വെബ്സൈറ്റ് തുറക്കുക. ഹോം പേജിൽ കാണുന്ന ഈ KYC എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ 12 അക്ക ആധാർ നമ്പർ നൽകുക. സെർച്ച് ക്ലിക്ക് ചെയ്യുക. ഇനി ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പർ നൽകുക. ശേഷം ഗെറ്റ് OTP എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP നൽകുക. അതിനുശേഷം ഗെറ്റ് ആധാർ OTP എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. വീണ്ടും ലഭിക്കുന്ന OTP നൽകുക. അവസാനമായി സബ്മിറ്റ് ഫോർ ഓതന്റിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. എല്ലാം ശരിയായാൽ സ്ക്രീനിൽ ഈ KYC സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന സന്ദേശം ലഭിക്കും. അപ്പോൾ നിങ്ങളുടെ ഈ KYC വിജയകരമായി പൂർത്തിയായതായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് ആളുകൾ രജിസ്ട്രേഷൻ നമ്പർ മറന്നു പോകാറുണ്ട്. അതും വളരെ എളുപ്പത്തിൽ കണ്ടെത്താം. PM കിസാൻ വെബ്സൈറ്റിൽ നോ യുവർ സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ പ്രവേശിക്കുക. അവിടെ വലത് ഭാഗത്ത് കാണുന്ന നോ യുവർ രജിസ്ട്രേഷൻ നമ്പർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് 2 രീതിയിൽ നമ്പർ കണ്ടെത്താം. ഒന്നാമത്തെ കാര്യം മൊബൈൽ നമ്പർ ഉപയോഗിച്ച്, രണ്ടാമത്തെ കാര്യം ആധാർ നമ്പർ ഉപയോഗിച്ച്. ഇവയിൽ ഏതെങ്കിലും ഒന്ന് നൽകുക. താഴെ കാണുന്ന ക്യാപ്ച ടൈപ്പ് ചെയ്യുക. ശേഷം ഗെറ്റ് മൊബൈൽ OTP എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഫോണിൽ ലഭിക്കുന്ന OTP നൽകി സബ്മിറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും പേരും സ്ക്രീനിൽ കാണാം. ഇത് കുറിച്ചു വെക്കുകയോ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കുകയോ ചെയ്യാം. മുൻഗഡുക്കൾ ലഭിക്കാത്തവർ ആദ്യം അക്കൗണ്ട് സ്റ്റാറ്റസ് പരിശോധിക്കുക. ഈ KYC പെൻഡിംഗ് ആണെങ്കിൽ ഉടൻ പൂർത്തിയാക്കുക. ലാൻഡ് സീഡിംഗ് പെൻഡിംഗ് ആണെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുക. ആധാർ ബാങ്കുമായി ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ ബാങ്കിൽ പോയി ആധാർ സീഡിംഗ് പൂർത്തിയാക്കുക. DBT സജീവമാണോ എന്ന് ഉറപ്പാക്കുക. ഈ കാര്യങ്ങൾ പൂർത്തിയാക്കിയാൽ അടുത്ത ഗഡു ലഭിക്കുന്നതിനുള്ള സാധ്യത വർദ്ധിക്കും. അതേപോലെ വളരെ കാലമായി ഉപയോഗിക്കാത്ത അക്കൗണ്ടുകളിലേക്കോ സാങ്കേതിക പ്രശ്നങ്ങളുള്ള അക്കൗണ്ടുകളിലേക്കോ തുക ക്രെഡിറ്റ് ചെയ്യുന്നതിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. അതിനാൽ അടുത്തുള്ള ബാങ്ക് ശാഖയിൽ പോയി നിങ്ങളുടെ അക്കൗണ്ട് സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതാണ് നല്ലത്.
അതുപോലെ തന്നെ PM കിസാൻ രജിസ്ട്രേഷൻ ഇരിക്കുന്ന പേരും ആധാർ കാർഡിലുള്ള പേരും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന് പരിശോധിക്കുക. ചെറിയ അക്ഷര തെറ്റുകളോ പേരിലെ പൊരുത്തക്കേടുകളോ ഉണ്ടെങ്കിൽ പോലും പരിശോധന ഘട്ടത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത്തരമൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളെ സമീപിച്ച് ആവശ്യമായ തിരുത്തലുകൾ നടത്തുക. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ അത് സമയബന്ധിതമായി അപ്ഡേറ്റ് ചെയ്യുകയും വളരെ പ്രധാനമാണ്. കാരണം ഈ KYC ഉൾപ്പെടെയുള്ള പല സേവനങ്ങൾക്കും OTP നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ലഭിക്കുന്നതാണ്. പഴയ നമ്പർ പ്രവർത്തനരഹിതമാണെങ്കിൽ നടപടികൾ പൂർത്തിയാക്കാൻ ബുദ്ധിമുട്ട് നേരിടാം. ഇനി ഒരു പ്രധാന കാര്യം കൂടെ ശ്രദ്ധിക്കുക. PM കിസാൻ പദ്ധതിയുടെ പേരിൽ ആരെങ്കിലും ഫോൺ വിളിച്ച് ബാങ്ക് അക്കൗണ്ട് നമ്പറോ ATM പിന്നോ OTP അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് വിവരങ്ങൾ ചോദിച്ചാൽ ഒരിക്കലും പങ്കുവെക്കരുത്. സർക്കാർ ഉദ്യോഗസ്ഥരോ ബാങ്ക് അധികൃതരോ ഇത്തരം രഹസ്യ വിവരങ്ങൾ ഫോൺ വഴി ആവശ്യപ്പെടാറില്ല. അതിനാൽ ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് ജാഗ്രത പാലിക്കുക. ഇനി 24ാം ഗഡുവിനെ കുറിച്ചുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. നിലവിൽ കേന്ദ്ര സർക്കാർ PM കിസാൻ പദ്ധതിയുടെ 24ാം ഗഡു വിതരണം ചെയ്യുന്നതിനുള്ള ഔദ്യോഗിക തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും മുൻ വർഷങ്ങളിലെ ഗഡു വിതരണ തീയതി പരിശോധിക്കുമ്പോൾ 24ാം ഗഡു ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ വിതരണം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് ഔദ്യോഗിക പ്രഖ്യാപനമല്ല. ഔദ്യോഗിക തീയതി പ്രഖ്യാപിക്കുന്നതോടെ അതിന്റെ കൃത്യമായ വിവരങ്ങൾ ലഭിക്കും. 23ാം ഗഡു ജൂൺ 20-നാണ് അർഹരായ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്തത്. അതിനാൽ അടുത്ത ഗഡുവിനായി കാത്തിരിക്കുന്നവർ ഇപ്പോൾ തന്നെ ഞാൻ മുൻപ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കേണ്ടതാണ്. അതുപോലെ 3000 രൂപ ആക്കി എന്നുള്ള ചില പ്രചരണങ്ങളുണ്ട്. അതിനെക്കുറിച്ചുള്ള കാര്യം ഞാൻ വ്യക്തമായി പറഞ്ഞു തരാം. സുഹൃത്തുക്കളെ, PM കിസാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട അടുത്തിടെ സോഷ്യൽ മീഡിയയിലും വിവിധ വാർത്താ റിപ്പോർട്ടുകളിലും വ്യാപകമായി ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് വാർഷിക ധനസഹായം വർദ്ധിപ്പിക്കുമോ എന്നത്. നിലവിൽ PM കിസാൻ പദ്ധതിക്ക് കീഴിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായം പ്രതിവർഷം 6000 രൂപ തന്നെയാണ്. ഈ 3 തുല്യ ഗഡുക്കളാണ് വിതരണം ചെയ്യുന്നത്. ആദ്യ ഗഡു 2000, രണ്ടാം ഗഡു 2000, മൂന്നാം ഗഡു 2000. ഇങ്ങനെ മൊത്തം വർഷത്തിൽ 6000 രൂപയാണ് ഒരു അർഹരായ കർഷകന് ലഭിക്കുന്നത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി കർഷക സംഘടനകളും വിവിധ വിഭാഗങ്ങളും ഈ തുക വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വർദ്ധിച്ചു വരുന്ന കൃഷി ചെലവുകളും അതുപോലെ തന്നെ വളം, വിത്ത്, തൊഴിലാളി ചെലവുകൾ എന്നിവ പരിഗണിച്ച് വാർഷിക സഹായം 8000 രൂപ 12000 രൂപ ആക്കണമെന്ന ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ വരെ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി PM കിസാൻ പദ്ധതിയുടെ വാർഷിക ധനസഹായം വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ചില സംസ്ഥാനങ്ങളിൽ, അതായത് കേന്ദ്ര സർക്കാർ വിഹിതത്തിൽ മാറ്റമില്ലെങ്കിലും ചില സംസ്ഥാന സർക്കാരുകൾ അവരുടെ സംസ്ഥാനത്തെ കർഷകർക്ക് അധിക സാമ്പത്തിക സഹായ പദ്ധതികൾ നൽകുന്നുണ്ട്. അതായത് ഉദാഹരണത്തിനായി ബീഹാർ സംസ്ഥാനത്ത് PM കിസാൻ പദ്ധതിക്ക് പുറമെ അധിക ധനസഹായം നൽകുന്ന പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിലൂടെ ചില കർഷകർക്ക് ലഭിക്കുന്ന ആകെ വാർഷിക സഹായം 9000 രൂപ വരെ എത്തുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മഹാരാഷ്ട്ര, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കർഷകർക്ക് പ്രത്യേക വരുമാന സഹായ പദ്ധതികൾ നിലവിലുണ്ട്. എന്നാൽ ഈ പദ്ധതികൾ ഓരോ സംസ്ഥാനത്തു നിന്നും വ്യത്യസ്തമാണ്. ഒരു സംസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്ന ആനുകൂല്യം മറ്റൊരു സംസ്ഥാനത്ത് ലഭിക്കണമെന്നില്ല. അതിനാൽ നിങ്ങളുടെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുന്ന കർഷക ക്ഷേമ പദ്ധതികളും പ്രത്യേകം പരിശോധിക്കേണ്ടതാണ്. പലരും അടുത്ത ഗഡു എപ്പോൾ വരുമെന്ന ചോദ്യം മാത്രമാണ് അന്വേഷിക്കുന്നത്. പക്ഷേ അതിലും പ്രധാനപ്പെട്ട നിങ്ങളുടെ അക്കൗണ്ട് വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പാക്കേണ്ടതും അതുപോലെ ഇതുപോലുള്ള KYC കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ ചെയ്താൽ 24ാം ഗഡു വിതരണം ആരംഭിക്കുമ്പോൾ അനാവശ്യ തടസ്സങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ PM കിസാൻ ഗുണഭോക്താക്കളും ഇന്ന് തന്നെ അവരുടെ അക്കൗണ്ട് സ്റ്റാറ്റസ് പരിശോധിക്കുക. ആവശ്യമായ തിരുത്തലുകൾ ഉണ്ടെങ്കിൽ ഉടൻ പൂർത്തിയാക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.